ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് മുൻപുള്ള ഒരു ഈസ്റ്റർ സ്നേഹാശ്ലേഷത്തിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് മണിപ്പൂരിൽ കൂട്ടക്കുരുതികൾക്ക് തുടക്കമായത്. എന്തിനെന്നറിയാതെ എരിഞ്ഞൊടുങ്ങിയ മനുഷ്യരുടെ ശവക്കൂനകളിലെ പച്ച മണ്ണിന്റെ ചൂട് ഈ ക്രിസ്മസ് ദിനത്തിലും ആറിയിട്ടില്ല. രാജ്യമാകെ അപരവിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകിയിട്ട് സ്നേഹവിരുന്നൂട്ടുന്നതിന്റെ അർത്ഥമെന്താണ്? ആത്മാർത്ഥതയുടെ കണിക ഒരല്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ കൂട്ടായ്മയിൽ മണിപ്പൂരിനെ കുറിച്ചൊരു അക്ഷരമെങ്കിലും മിണ്ടാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോയതെന്തേ? ഒരു പൊതുതെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന വേളയിൽ മോദി നടത്തുന്ന വിരുന്നിന് പിന്നിലെ ലക്ഷ്യമെന്താണ്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ശ്രീ എം ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ, ശ്രീ പ്രിൻറ്റു മഹാദേവ്, BJP സംസ്ഥാന സമിതി അംഗം. ചർച്ചയിലേക്ക് വിശദമായി ആദ്യം ശ്രീ പ്രിൻറ്റു മഹാദേവിലേക്ക്. ശ്രീ പ്രിൻറ്റു, ഇന്ന് പ്രധാനമന്ത്രി വിരുന്ന് നൽകുന്നു. BJP നേതാക്കൾ സംസ്ഥാന വ്യാപകമായി ക്രൈസ്തവരുടെ കുടുംബങ്ങളിലേക്ക് സ്നേഹയാത്ര നടത്തുന്നു. എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങളുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുള്ളത്? ഇങ്ങനെ ഒരു വിശേഷ ദിവസത്തിൽ വീടുകളിലേക്ക് വന്നാൽ, വിരുന്ന് നൽകിയാൽ ഈ നാട് മണിപ്പൂർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മറന്ന് അങ്ങ് സ്വീകരിക്കുമെന്നാണോ കരുതുന്നത്? ലോകം മുഴുവൻ ഇന്ന് ഉണ്ണിയേശുവിന്റെ പിറന്നാൾ ദിനം ആഘോഷിക്കുകയാണ്. സ്വാഭാവികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ ഭാരതത്തിൽ ക്രൈസ്തവ സഭകൾ നൽകിയിട്ടുള്ള സംഭാവനകളും എല്ലാ കാലഘട്ടത്തിലും ഭാരതീയ സംസ്കാരത്തിനോടും ദേശീയതയോടും ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹവുമായി ആ വിശേഷ ദിനത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിന്റെ വസതിയിൽ 60ഓളം ക്രൈസ്തവ വ്യവസായ പ്രതിനിധികൾക്ക് അവരുമായിട്ടൊരു സ്നേഹ സംവാദം നടത്തിയതിൽ, അല്ലെങ്കിൽ സ്നേഹ വിരുന്ന് നടത്തിയതിൽ എന്താണ് തെറ്റ്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും ജനാധിപത്യ രീതിയിൽ നിർവഹിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഹാലടങ്ങുകയാണ്. പ്രശ്നം ക്രൈസ്തവ സമൂഹം BJPയോട് അടുക്കുമോ എന്നുള്ളൊരു ഭയം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അടുത്ത കാലങ്ങളായി ഇടത് വലത് മുന്നണികളിൽ വിശ്വാസം നഷ്ടപ്പെട്ട ക്രൈസ്തവ സമൂഹം BJPയോട് നയപരമായി യോജിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്വാഭാവികമായി അതിനുള്ള കാരണം നരേന്ദ്രമോദി സർക്കാർ 9 വർഷം കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന നയങ്ങളും ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പദ്ധതികളും സ്വാഭാവികമായി ഈ രാജ്യം വികസിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളായിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഇവിടുത്തെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ സ്വാഭാവികമായി അവരെ ഈ ഒരു ദിനത്തിൽ അവരെ വിളിച്ച് പ്രധാനമന്ത്രി സൗഹാർദ്ദമായി സാഹോദര്യത്തോടു കൂടി സംസാരിക്കുന്നതിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ ഹാലളകുന്നത്? അല്ല, നമുക്ക് ആർക്കും ഒരു ഹാലടക്കവുമില്ല. വളരെ നല്ല കാര്യമാണ് ശ്രീ പ്രിൻറ്റു, ഒരു ഹാലടക്കവുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എന്തേ ആ കൂട്ടായ്മയിൽ മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കാതിരുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയിൽ? ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളോടാ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് പറയൂ. അല്ല, പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ചർച്ചയോ സംവാദമോ അല്ല. സാർ, രാഷ്ട്രീയ വിഷയമല്ല, രാഷ്ട്രീയ വിഷയത്തിന്റെ പ്രശ്നമല്ല. ഒരു വലിയ സമൂഹം മണിപ്പൂരിൽ നേരിടേണ്ടി വന്ന കൂട്ടക്കുരുതികൾക്കടക്കമുള്ള വംശഹത്യ അടക്കമുള്ള വിഷയങ്ങളുടെ പ്രശ്നം നമ്മുടെ മുൻപിലുണ്ട്. എന്തേ അതിനെക്കുറിച്ച് മറന്നു പോകുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് അങ്ങ് കേട്ടോ. ഇതിനകത്ത് മണിപ്പൂരിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ സമയ സംവാദങ്ങളെയും മതനിരപേക്ഷതയെ തകർക്കണം. സ്വാഭാവികമായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം. സാർ, ഇവിടെ മണിപ്പൂരിനെ കൊണ്ടുവരാതിരിക്കാൻ കഴിയുമോ? മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാതെ ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയുമോ? എന്തേ നിങ്ങൾ അങ്ങ് മണിപ്പൂരിനെ അങ്ങ് മറന്നു കളയുന്നത്? അത്ര എളുപ്പത്തിൽ ഈ രാജ്യത്തിന് അത് മറക്കാൻ കഴിയില്ലെന്നേ. അതുകൊണ്ട് പലരും ചോദിക്കുക തന്നെ ചെയ്യും. മണിപ്പൂരിന്റെ പശ്ചാത്തലവും കലാപത്തിന്റെ അന്തരീക്ഷവും ഒക്കെ നമുക്കറിയാലോ. എന്താണ് അവിടെ നടന്നുള്ള കാര്യം നമുക്കറിയാലോ. നിങ്ങൾ അതിനെ വളരെ വികൃതമായി കൊണ്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയും. സാർ, ഞങ്ങളല്ല അതിനെ അങ്ങനെ പറയരുത്, അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയരുത് പ്രിൻറ്റു. അത് ശരിയായ നടപടിയല്ല. താങ്കളൊരു യുവ നേതാവല്ലേ? ആര് വികൃതമാക്കി? ഈ രാജ്യത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരടക്കമാണെന്നേ പറഞ്ഞത്. ആദ്യം 250 രൂപ കൊടുത്താൽ റബ്ബറിന് തന്നാൽ വോട്ട് നൽകാമെന്ന് പറഞ്ഞ ബിഷപ്പ് പാംപ്ലാനി അടക്കം പിന്നീട് തിരുത്തി മണിപ്പൂരിൽ നടന്നത് വംശഹത്യയാണെന്ന്. പീറ്റർ മച്ചാഡോ ബംഗളൂരു ബിഷപ്പാണ്.
ഇംഫാൽ ബിഷപ്പ് അടക്കം പറഞ്ഞതെല്ലാം നമ്മുടെ മുൻപിലുണ്ടെന്നേ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടുണ്ടല്ലോ. 89 ദിവസങ്ങൾക്ക് ശേഷം അല്ലെ, 89 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കത്തിയെറിഞ്ഞപ്പോൾ പ്രതികരിച്ചത് നല്ല കാര്യമാണ്. അല്ല, ആധുനിക ഇന്ത്യയുടെ സംസ്ഥാനം കത്തിയെറിഞ്ഞ സമയത്ത് നിഷ്പക്ഷരായി നോക്കി നിൽക്കുകയല്ലേ ചെയ്തത്. ആ കലാപത്തെ നോക്കൂ, മണിപ്പൂരിനകത്ത് നരേന്ദ്രമോദി വന്ന സമയത്ത് മാത്രമല്ല, അവിടെ അഫ്സ അടക്കമുള്ള കരിനിയമങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന, എല്ലാ ദിവസങ്ങളിൽ കലാപം നടന്നിരുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടെ ശാന്തിയും സമാധാനത്തിലേക്കും മണിപ്പൂരിനെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയുടെ 9 വർഷം. കഴിഞ്ഞ 6 മാസം നമ്മൾ കണ്ടതാണോ മണിപ്പൂരിലേക്ക് ശാന്തിയും സമാധാനത്തിലേക്കും നിങ്ങൾ കൊണ്ടുവന്നത്? കഴിഞ്ഞ 6 മാസം കണ്ടതാണോ? നമ്മുടെ സഹോദരിമാർക്കടക്കം നഗ്നയായി തെരുവിലൂടെ ഓടേണ്ടി വന്നതാണോ അവിടെ നിങ്ങൾ രാജ്യത്തിന് നൽകുന്ന സമാധാനത്തിന്റെ കാഴ്ച? ശ്രീ പ്രിന്റു, അല്ല, ഞാൻ പറയട്ടെ, 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപത്തെ നിങ്ങൾ ഏതൊക്കെ അർത്ഥത്തിൽ സംഘപരിവാർ നടത്തിയപ്പോൾ ആസൂത്രിതമായി വംശഹത്യയാണെന്നും ജനങ്ങൾക്ക് സത്യം പുറത്തു വരികയാണല്ലോ. നിങ്ങൾ ഇപ്പോൾ വിളിച്ച് ഇന്ന് വിരുന്നു നൽകിയ സ്നേഹയാത്ര നടത്തുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരടക്കമാണെന്നേ പറഞ്ഞിരിക്കുന്നത്, വലിയ പിതാക്കന്മാരടക്കമാണെന്നേ പറഞ്ഞിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ്, ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പറഞ്ഞിട്ടുണ്ട്, ഇംഫാൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടെന്ന ഈ വിഷയത്തിൽ നമുക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പ്രിന്റു. അതിൽ നിന്ന് ഞാൻ പറയട്ടെ, പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നടന്ന കലാപത്തെയും വംശഹത്യയും കൃത്യമായി തള്ളി പറഞ്ഞുകൊണ്ട് അവിടെ ശാന്തിയും സമാധാനം കൊണ്ടുവരല്ലേ നരേന്ദ്രമോദി ശ്രമിച്ചത്. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കും അതിനുശേഷം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഭരണകൂടം കലാപത്തെ മുൻപൊന്നും കലാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മുൻപെങ്ങും ഇത്രയും പെട്ടെന്ന് കലാപങ്ങൾ അടിച്ചമർത്തുണ്ടായിരുന്നില്ല. സാർ, മുൻപത്തെ കഥ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഭരണകാലത്ത് എന്ത് നടന്നു എന്നതാണല്ലോ വിഷയം. മുൻപത്തെ കഥകൾ ഉണ്ടായിട്ട് അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഭരണകാലത്ത് എന്ത് നടന്നു, അതിനെ നിങ്ങൾക്ക് എങ്ങനെ നേരിടാൻ കഴിഞ്ഞു? നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതേ മണിപ്പൂരിൽ നിന്ന് വെടിവെച്ചകളുടെയും തീ ആളുന്നതിന്റെയും വാർത്തകൾ. സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, കലാപ അന്തരീക്ഷങ്ങളിൽ കഴിഞ്ഞിരുന്ന സംസ്ഥാനങ്ങളാണ് ഈ സപ്തസുന്ദരിമാർ. മണിപ്പൂരും ആസാമും ഒക്കെ നമുക്കറിയാലോ. അവിടുത്തെ ഒരു പശ്ചാത്തലമുണ്ട്. അവിടുത്തെ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ 100 കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. ആ പഴക്കത്തേക്ക് മാറ്റിക്കൊണ്ട് കുംപികളെയും മെയ്ത്തികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന പ്രസ്ഥാനം BJP ആണ്. സ്വാഭാവികമായി അവിടെ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു വിധി, ആ വിധിയുടെ അടിസ്ഥാനത്തിലുണ്ടായ കലാപങ്ങൾ സ്വാഭാവികമായി ജനക്കൂട്ടം തെരുവിലിറങ്ങിയപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യായം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കുക്കികളെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അവർ പറഞ്ഞത് എന്താണ്? ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ഞങ്ങളെ കൊലപ്പെടുത്തുകയാണ്, ഞങ്ങളെ ഇല്ലാതാക്കുകയാണെന്ന് കുക്കികൾ പലതവണ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളടക്കം അവിടെ പ്രതികരിക്കേണ്ടി വന്നു, മറ്റു മാർഗങ്ങളില്ലാതെ. നമ്മുടെ മുന്നിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയല്ലേ, ഈ വാർത്തകളെല്ലാം കിടക്കുകയാണ്. കുംകികളുടെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ അവിടെയുള്ള കുംകികളുടെ 10 MLA-മാരിൽ 7 പേരും BJP-കാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം. 10 കുംകി MLA-മാരിൽ 7 പേരും BJP-കാരായിട്ടുള്ള MLA-മാരാണ്. അങ്ങനെ കുംകികൾക്ക് BJP-യിൽ വിശ്വാസമില്ലെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥികളായിട്ട് അവർ ജയിക്കുമോ? അതേ ആളുകൾ തന്നെയാണ് പിന്നീട് നിങ്ങൾക്കെതിരെ പറഞ്ഞത്, ബിരേൻ സിംഗ് സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തത്. എന്തേ മറന്നുപോയോ? അതേ MLA-മാർ തന്നെ അടക്കം എടുത്തിരുന്നു. വലിയ വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ രാജ്യത്തൊരു കലാപം നടന്നു, ആ കലാപ അന്തരീക്ഷത്തെ അവിടെ അടിച്ചമർത്തി. ആ അടിച്ചമർത്തൽപ്പെട്ടുകൊണ്ട് അവിടെ 2 ജനങ്ങൾക്കിടയിൽ രമ്യമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു കലാപം ഉണ്ടായി. ആ കലാപത്തിന്റെ തിക്തഫലങ്ങളെ കുറിച്ചും കലാപത്തെ കൃത്യമായിട്ട് നരേന്ദ്രമോദി തള്ളി പറഞ്ഞു. നിങ്ങൾ 89 ദിവസങ്ങൾക്ക് ശേഷം 89 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി ആ വിഷയത്തിൽ ഒരക്ഷരം സംസാരിച്ചത്. 89 ദിവസങ്ങൾക്ക് ശേഷം. അല്ല, ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ അതത് ദിവസം പ്രതികരിക്കണമെന്ന് എവിടെയെങ്കിലും നിയമത്തിൽ പറയുന്നു? ഒരു നിയമവുമില്ല സാർ. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ രാജ്യത്തിന് വലിയ വിഷയം നേരിടുമ്പോൾ ഈ രാജ്യത്തിനോട് പറയാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ? അല്ലാതെ നിയമമൊന്നുമില്ല എല്ലാ ദിവസവും പ്രതികരിക്കണമെന്ന്. രാജ്യത്തോട് പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? അവിടെ നടന്ന ഹീനകൃത്യങ്ങളെ തള്ളി പറഞ്ഞില്ലേ? അവിടെ നടന്ന വംശഹത്യയെ തള്ളി പറഞ്ഞില്ലേ? അവിടെ ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. നെറ്റ് കണക്ഷൻ എന്തോ പ്രശ്നമുണ്ടെന്ന് കലാപങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി ഒരു ഭരണാധികാരി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അതിനെ രമ്യമായി പരിഹരിക്കണം. നെറ്റിനെന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ശ്രീ പ്രിന്റു, ഒന്ന് പരിഹരിച്ചതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ കൂടിയുണ്ട്. ഒപ്പം തന്നെ ശ്രീ M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രണ്ടുപേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ ലാൽകുമാർ, മണിപ്പൂരിലുണ്ടായത് ഒരു സ്വാഭാവികമായ ഒരു കലാപം,
അത് രമ്യമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും നരേന്ദ്രമോദി ഭരണകൂടം നടത്തി. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും BJPയുടെ കേന്ദ്ര സർക്കാരിന് മുൻപിലില്ല എന്നാണ് പ്രിന്റു പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് ആ വിധത്തിലുള്ള ഒരു പ്രശ്നവും ഒരു ഭയവുമില്ല എന്നും പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണോ പൊതുസമൂഹം ആ വിഷയത്തെ കണ്ടത്? രമ്യമായി പരിഹരിക്കപ്പെടുന്നതിന്റെ കാഴ്ചകളാണോ കഴിഞ്ഞ 5-8 മാസമായി നമ്മൾ മണിപ്പൂരിൽ നിന്ന് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്? അദ്ദേഹം ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം, പറയൂ. അദ്ദേഹം BJPയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പോയിന്റ് പറയുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗമില്ല. അത് സത്യവുമായിട്ട് ഒരുപാട് ദൂരം നിൽക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, നമുക്ക് പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ അതിലേക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റും ഞാൻ എടുത്ത് ഒരു കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കാം. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർലമെന്റിൽ ആദ്യം അദ്ദേഹം ഒരു ഇൻഫോർമൽ സ്റ്റേറ്റ്മെന്റ് പുറത്താണ് കൊടുക്കുന്നത്, പത്രലേഖകരെടുക്കൽ അദ്ദേഹം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പാർലമെന്റിലേക്ക് ഈ വിഷയം വന്നത് എങ്ങനെയാണ്? പാർലമെന്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തണം എന്ന് പറഞ്ഞപ്പം അത് നടത്താൻ BJP തയ്യാറായോ? BJP തയ്യാറായില്ല. നോക്കൂ, പാർലമെന്റ് എന്ന് പറയുന്ന സ്ഥലം ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിനിധികളാണ്. അപ്പൊ പാർലമെന്റിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദമായി കണക്കാക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ നടത്താൻ BJP തയ്യാറായി എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇല്ല. പ്രതിപക്ഷത്തിന് അവിടെ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരേണ്ട വന്നു. എന്ന് വെച്ചാൽ അവിശ്വാസ പ്രമേയം പോലൊരു കാര്യം കൊണ്ടുവരേണ്ട വന്നു മണിപ്പൂർ ചർച്ച ചെയ്യാൻ. അതിൽ 2 മണിക്കൂർ 10 മിനിറ്റ് സംസാരിച്ച നരേന്ദ്രമോദി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനത്തെ 10 മിനിറ്റ് ആണ് ഈ പറയുന്ന വിഷയത്തിന് വേണ്ടി മാറ്റിവെച്ചത്. വെറും 10 മിനിറ്റ്. അതും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വളരെ സാധാരണഗതിയിൽ ഒരു കാര്യം പറഞ്ഞങ്ങ് പോയി എന്നുള്ളതല്ലാതെ അവിടെ നമുക്ക് എന്തായിരുന്നു അറിയേണ്ടത്? അവിടെ എന്ത് നടക്കുന്നു, എന്താണ് അവിടുത്തെ ജനങ്ങളുടെ സിറ്റുവേഷൻ, ജനങ്ങൾ ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്ത്, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള രാജ്യത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ മണ്ടന്മാരായി. അദ്ദേഹം സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറഞ്ഞില്ല. അദ്ദേഹം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു വലിയ ഇപ്പൊ UP-യിലോ അല്ലെങ്കിൽ വാരണാസിയിലും ഗുജറാത്തിലും ഒക്കെ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ പോലെ തന്നെ ഇങ്ങനൊരു പ്രസംഗം നടത്തി അദ്ദേഹം ഒഴിഞ്ഞു. നിങ്ങൾക്ക് എടുത്തു നോക്കാം, അദ്ദേഹം 10 മിനിറ്റാണ് ആ വിഷയത്തിൽ സംസാരിച്ചത്. 10 മിനിറ്റ്, ഇപ്പം 20 മിനിറ്റ് മാത്രം സംസാരിക്കുന്നതിൽ 10 മിനിറ്റ് കൊടുക്കുന്നതും 2 മണിക്കൂർ 10 മിനിറ്റ് സംസാരിച്ചതിനകത്ത് 10 മിനിറ്റ് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ കരുതുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ അവര് സ്വമേധയാ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മോഷന്റെ ഭാഗമായി ഉണ്ടായതല്ല ഈ പ്രതികരണം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് അവിടുത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഈ ട്രൈബൽ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് സത്യമാണ്, നമ്മൾ അതിനകത്ത് എതിർക്കുന്നില്ല. പക്ഷെ ആ ട്രൈബൽ ഇഷ്യൂവിനെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി അത് കൺവേർട്ട് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 2 ട്രൈബുകൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ എന്തിനാണ് പള്ളി പൊളിക്കുന്നത്? പള്ളിയും ട്രൈബും തമ്മിൽ എന്താ ബന്ധം? പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പള്ളികളാണ്, അല്ല വേറെ പള്ളികളില്ലല്ലോ. ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് തരത്തിലായാലും പള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിക്കുന്ന, തന്നെ അമ്പലം എന്നാ പൊളിക്കാൻ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മറ്റുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എന്താ ഇത് അറ്റാക്ക് ഉണ്ടാകാഞ്ഞത്? അപ്പൊ അത് കമ്മ്യൂണൽ ലൈനിലാണ് പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി ഇന്ത്യയിലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് പലർക്കും അഭിപ്രായമുണ്ട്. അതിനെ ഡിസ്കാർഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. താങ്കൾ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചു, 2 പേരുടെ കാര്യം എടുത്ത് സൂചിപ്പിച്ചു. പ്ലാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ആദ്യം റബ്ബറിന് 300-ന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അദ്ദേഹത്തിന് റബ്ബറും വേണ്ട, എങ്ങനെയും ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നീട് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, നമ്മൾ കണ്ടതാണ്. അതിനകത്ത് നമ്മുടെ മുന്നിൽ ഇലക്ട്രോണിക് എവിഡൻസ് കിടക്കുകയല്ലേ, അതിനകത്ത് ഗൂഗിളിൽ നമ്മൾ ചർച്ച ചെയ്ത് ഇതാക്കേണ്ട കാര്യമില്ല, നമുക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ വിഷയത്തിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും പോകുന്നു, ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരുമായിട്ട് പ്രധാനമന്ത്രി എൻഗേജ് ചെയ്യുന്നു, ഒരു തെറ്റുമില്ല, എൻഗേജ് ചെയ്യുകയും വേണം. അദ്ദേഹം ആ കമ്മ്യൂണിറ്റിക്ക് ഹാർമണി ഉറപ്പിക്കുകയും ചെയ്യണം. അദ്ദേഹത്തിന്റെ കുഴപ്പം അദ്ദേഹം പൊളിറ്റിക്കൽ വോട്ടാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് മാത്രമല്ലാതെ ഈ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് പരിരക്ഷിച്ചോളാം എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നൽകുന്നില്ല. ഇന്നിപ്പം ക്രിസ്മസ് വിരുന്നിന് വിളിച്ച ആൾക്കാർക്ക്
അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണ്? ഇന്ത്യയിലെ മൈനോറിറ്റി ക്ലാസ് എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കും. മണിപ്പൂർ പോലൊരു സംഭവം ഇനിയും രാജ്യത്തുണ്ടാകാതിരിക്കാൻ ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കും, ഞാൻ അത് ഉറപ്പുവരുത്തും എന്ന് പറയാൻ ഒരു പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ആർജവം ഉണ്ടാകുന്നില്ല? അതിൽ മേലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടോ? അതിൽ മേലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഇവിടുത്തെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഉണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല, അദ്ദേഹം പറയത്തുമില്ല. ഇവിടെ ഇപ്പൊ ഈ കൂട്ടരൊക്കെ കുറെ പേര് ആൾക്കാർ അവിടെ പോയിട്ടിരിക്കുന്നു, മതമേലധ്യക്ഷന്മാർ പലരും പോയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് BJP ചേരാൻ പോയതൊന്നുമല്ല, പേടിച്ചിട്ട് പോകുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ നമ്മൾ കാണുന്നല്ലേ, രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സുകാർ ഒരുപാട് പേര് പോയി BJP ചേരുന്നതിന് കാര്യം എന്താ? BJPയോടുള്ള വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല. ED അല്ലെങ്കിൽ ലോകത്തുള്ളവരെല്ലാം വന്ന് ഇവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുമ്പം അവര് ദേ വിൽ സ്വിച്ച് ദെയർ സൈഡ്. അത് നമ്മൾ കാണുന്നതാണ്, വളരെ വളരെ കൃത്യമായി, നമ്മൾ വളരെ എവിഡന്റ് ആണ്. അപ്പൊ പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് ക്രിസ്മസിന് കൺവീൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പോവുമോ? പോകും. അത് പോകും. അത് പോകുന്നതിന് ഈ പ്രധാനമന്ത്രിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെ BJPയുടെ രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാവുന്ന ആളൊരു തെറ്റിദ്ധാരണ വേണ്ട. ചിലപ്പം BJP അനുകൂല പ്രസ്താവനയും പറയും. അങ്ങനെ പലതും കേരളത്തിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവർക്ക് എന്താ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടി, അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ 2021 തെരഞ്ഞെടുപ്പിൽ എന്താണ് BJP കിട്ടിയത്? അത് കിട്ടാത്തതിന് കാരണം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവരെ പേടിച്ച് മിണ്ടാതിരിക്കും എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അനുകൂല സ്റ്റേറ്റ്മെന്റ് പറയും എന്നുള്ളതല്ലാതെ, ഒരു മതമേലധ്യക്ഷൻ വിചാരിച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ പോപ്പുലൻസിനെ അല്ലെങ്കിൽ പോപ്പുലേഷനെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്ത് സംഘപരിവാർ രാജ്യത്ത് ഉയർത്തിവിടുന്ന ഈ സങ്കീർണമായ അവസ്ഥയെ ഓവർകം ചെയ്തുകൊണ്ട് ജനം വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ആ കാര്യത്തിൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. കാര്യം ഇവർ വോട്ട് ചെയ്യത്തില്ല. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു മുന്നോട്ടുള്ള ഒരു പോക്കിന് സാധ്യതയുള്ളൂ. അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന കളിയാണ്, അല്ലാതെ ഈ മൈനോറിറ്റിയോടുള്ള സ്നേഹം കൊണ്ട് കാണിക്കുന്ന കളിയല്ല. മൈനോറിറ്റിയോടുള്ള സ്നേഹമായിരുന്നെങ്കിൽ അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടണമല്ലോ. ശ്രീലാൽ, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടണമായിരുന്നു, ഒരു വിഷയം തന്നെയാണ്. ജേതാക്കളിലേക്ക് വരാം. പ്രിന്റു ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രിന്റു, നേരത്തെ ഞാൻ ഇടപെട്ടത് ആ സൂം ലിങ്കിൻ്റെ എന്തോ പ്രശ്നം വന്നുകൊണ്ടാണ്. ഇവിടെ ലാൽ വളരെ പ്രധാനമായി രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ചൂണ്ടിക്കാട്ടുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ചേർത്ത് വയ്ക്കുന്നത്. ഒന്ന്, അതൊരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പള്ളികൾ തെരഞ്ഞു പിടിച്ച് തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി? മറ്റൊന്ന്, പ്രധാനമന്ത്രി ഈ കൂട്ടായ്മ നടത്തുന്നതിലോ വിരുന്ന് നടത്തുന്നതിലോ ഒന്നൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ അതോടൊപ്പം അവർക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേ അവകാശങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിനും ന്യൂനപക്ഷങ്ങൾക്കും ഇവിടെ ഉറപ്പാക്കണം. അതിന് സാധിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിന് BJPയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മണിപ്പൂർ പോലെയുള്ള ചില അസാധാരണമായ ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJPയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹമുള്ള സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഗോവയിലേക്ക് നോക്കും. ഗോവയിലുള്ള കത്തോലിക്കരായിട്ടുള്ള BJP MLA ആകെയുള്ള ഗോവയിലുള്ള MLA-മാരുടെ ടോട്ടൽ നമ്പർ ഓഫ് എണ്ണം 19 പേരാണ് ക്രൈസ്തവ MLA-മാർ. അതിൽ 12 പേരും BJP-കാരാണ്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് മിസോറാമിൽ ഇലക്ഷൻ നടന്നത്. ഈ ഇലക്ഷൻ നടന്ന സമയത്ത് BJPക്ക് 2 MLA-മാരാണ് കിട്ടിയിട്ടുള്ളൂ, 2 പേരാണ്. ആ 2 പേരിൽ ഒരാൾ ക്രൈസ്തവനായിട്ടുള്ള MLA ആണ്. ഇനി നോർത്ത് ഈസ്റ്റ് അലയൻസ് മൂവ്മെന്റ് ഉണ്ട് നമുക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ. അവിടെയുള്ള ടോട്ടൽ ആയിട്ടുള്ള BJPയുടെ MLA-മാർ, ടോട്ടൽ സഖ്യത്തിന്റെ MLA-മാർ എന്ന് പറയുന്നത് 377 ആണ്. ആ 377-ൽ 73 ക്രൈസ്തവ MLA-മാർ ഈ സഖ്യത്തിന്റെ ഭാഗമാണ്. അപ്പോ ഈ നേരത്തെ പറഞ്ഞ ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ സമൂഹം BJPയുടെ കൂടെ വരുന്നില്ല എന്ന് ലാൽ സാർ പറഞ്ഞല്ലോ. അതിൽ എന്ത് സാങ്കേതികത്താണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുണ്ടല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിന് നോക്കുക. നിങ്ങൾ PC തോമസ്, നിങ്ങൾക്കറിയാലോ NDയുടെ സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് ഈ കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് ലാൽജി. അപ്പൊ നിങ്ങളൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഭാഗമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ക്രൈസ്തവ സമൂഹം നിൽക്കില്ല എന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ആശങ്ക ക്രൈസ്തവ സമൂഹം സ്വാഭാവികമായി കേരളത്തിലെ താങ്കൾ പറയൂ. കേരളത്തിലേക്കുള്ള സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഒരു ആശങ്ക ക്രൈസ്തവ സമൂഹമോ മുസ്ലിം സമൂഹമോ BJPയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അടുക്കുന്ന സാഹചര്യം ഉണ്ടായ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ ചേഞ്ച് വരും. ഇത് ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി 2015-ൽ, ഞാൻ പറയട്ടെ, മണിപ്പൂർ കലാപം ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ വർഷമല്ലേ, 2015-ൽ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇതുപോലത്തെയുള്ള പരിപാടി നടത്തിയിരുന്നു.
കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കണം, ഡൽഹിയിലെ കത്തീഡ്രൽ സെർച്ചിലേക്ക്, സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സെർച്ചിലേക്ക് നരേന്ദ്രമോദി നേരിട്ട് അവിടെയാണ് ചെന്നത്. അന്ന് മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലമില്ലല്ലോ. ശരി, എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം. കൊച്ചിയിലേക്ക് ഇപ്പോൾ താങ്കൾ മണിപ്പൂർ കലാപത്തിന് മുൻപിലുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളുടെ കണക്ക് നമ്മുടെ പക്കലുണ്ടെന്നേ. 2014 147 ആയിരുന്നു, 15 വരുമ്പോൾ 177 ആകുന്നു, 2016 വരുമ്പോൾ 208 ഉയർന്നു, 17 വരുമ്പോൾ 240, 18 വരുമ്പോൾ 292, 19 328, 2020 ആകുമ്പോൾ അത് 270, 2021 505, 2022 599. ഇപ്പോൾ ഇതാ ഈ നവംബർ മാസം വരെ ഏകദേശം 600ഓളം അതിക്രമങ്ങൾ മണിപ്പൂർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. മണിപ്പൂരിന് പുറമെ ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നടന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന ഹാർമണിയും ഇതൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന ബഹുജന സ്വരതയുള്ള ഒരു നാടാണ്. സ്വാഭാവികമായിട്ട് ഇത് ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായി അനിഷ്ട സംഭവങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഈ എണ്ണം നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് 500 ചില്ലോനം കേസുകളെ ഓൾ ഓവർ ഇന്ത്യയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ എത്രത്തോളം കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മണിപ്പൂരിൽ മാത്രം, മണിപ്പൂരിന് പുറമെയാണ് സാർ, മണിപ്പൂരിന് പുറമെയാണ്. മണിപ്പൂരിലെ കണക്കെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ എങ്ങും നിൽക്കില്ല. 642ഓളം പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറയുന്നത്. 642ഓളം 36 മണിക്കൂറിൽ 242 പള്ളികൾ തകർത്ത സമയമുണ്ടായിരുന്നു നമ്മുടെ മുൻപിൽ. എന്തേ, അതൊന്നും കണക്കുകളല്ലേ? ഞാൻ പറഞ്ഞേ കലാപത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യ മോചിതമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാ, ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്നും അറിയാത്തതല്ലോ. BJP ഭരിക്കാത്ത സമയത്തും ഒക്കെ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി ഇത് നോക്കൂ നിങ്ങൾ, ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ, ഇപ്പൊ ഈ മണിപ്പൂർ പോലെ ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും. നിങ്ങൾ എന്തിനാണ് ഈ മണിപ്പൂരിനെ അങ്ങ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്, വല്ലാതെ ശ്രമിക്കുന്നത്? അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ മണിപ്പൂരിനെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ലെന്നേ. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോ മനുഷ്യരുടെയും മനസ്സിനെ അത് വേദനിപ്പിക്കുന്നുണ്ട്. ഈ തിരുപ്പിറവിയുടെ ക്രിസ്മസ് ദിനത്തിൽ നിൽക്കുമ്പോഴും അവിടെ, ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം, ക്രിസ്മസ് ദിനത്തിൽ നിൽക്കുമ്പോഴും അവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതെ പോയ കുരുന്നുകളും വിശ്വാസികളും ഉണ്ടെന്നേ. അവരുടെ വേദന നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ലാൽ എന്തിനായിരുന്നു ഇടയ്ക്ക് കൈപൊക്കിയത്? എനിക്ക് ശ്രീ M ജയേന്ദ്രനിലേക്ക് കൂടി പോകണം. വേഗത്തിൽ ലാൽ. അല്ല, ഇവിടെ PC തോമസിന്റെ വിജയത്തെ കുറിച്ച് പറഞ്ഞു. PC തോമസിന്റെ ഇലക്ഷൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. BJPക്കാർ ആക്റ്റീവായിട്ട് പ്രചരണത്തിന് ഇറങ്ങാഞ്ഞ ഒരു സാധനമാണ്. ഞാൻ ആ കാലം ഓർക്കുന്നുണ്ട് കൃത്യമായി. അദ്ദേഹം മത്സരിക്കുമ്പം BJPക്ക് ആക്റ്റീവ് റോൾ ഇല്ല, അവരോട് മാറി നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ വലുതായിട്ട് BJPയുടെ കൂടി പാറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമല്ല അത് ഇറക്കിയാൽ ജയിക്കത്തില്ല എന്ന് PC തോമസിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ വേണമെങ്കിൽ PC തോമസിനെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര പറയാനായിരുന്നു. ശരി ഞാൻ ശ്രീ M ജയചന്ദ്രൻ, അങ്ങനെ മണിപ്പൂരിനെ അങ്ങ് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് BJP പ്രതിനിധി ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ മണിപ്പൂരിനെ അങ്ങനെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയുമോ? ആ മുറിപ്പാട് അത്ര വേഗത്തിൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിന്റെ മനസ്സിൽ നിന്ന് ഉണങ്ങുമോ ശ്രീ M ജയചന്ദ്രൻ? മനു, ഇവിടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്ന് ഇന്ന് ഇവർക്ക് ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും മറ്റ് വ്യവസായികൾക്കും ഒക്കെ ആയിട്ട് 60 പേർക്കെന്നാണല്ലോ വാർത്ത വരുന്നത്. ഇതിനു മുൻപ് ഈ വർഷം തന്നെ ഈസ്റ്റർ ദിനത്തിൽ ഏപ്രിൽ 9 ന്യൂഡൽഹിയിലെ SH സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ തിരുഹൃദയ ദേവാലയത്തിൽ ഈസ്റ്റർ ദിന സന്ദേശവുമായി പ്രധാനമന്ത്രി അങ്ങോട്ട് ചെന്നത്. ഏപ്രിൽ 9 ശേഷം പിന്നെ മെയ് മാസം 3 മുതലാണ് മണിപ്പൂർ കത്താൻ തുടങ്ങുന്നത്. പ്രധാനമന്ത്രി തിരുഹൃദയ ദേവാലയത്തിൽ ചെന്ന് ഇവർക്ക് ഈസ്റ്റർ ദിന സന്ദേശമെല്ലാം കൊടുത്തതിന് ശേഷം മെയ് 3 മുതൽ മണിപ്പൂർ കത്തിത്തുടങ്ങി. 3 മാസം ഇതേക്കുറിച്ച് അക്ഷരം പ്രതികരിക്കാൻ, ഈ ഈസ്റ്റർ ദിന സന്ദേശം കൊടുക്കാൻ അങ്ങോട്ട് പോയ പ്രധാനമന്ത്രി രാജ്യത്ത് എവിടെയും തയ്യാറായില്ല. അവസാനം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്, പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിന്, ഭരണപക്ഷത്തിനെതിരെ, മോദി നയിക്കുന്ന സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം പാർലമെൻറ്റിൽ കൊണ്ടുവരേണ്ടി വന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്തിനാണ്? പ്രതിപക്ഷം പറഞ്ഞിരുന്നല്ലോ, ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നതിനെക്കുറിച്ച് ഒരാശങ്കയും ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് കൃത്യമായി അറിയാം പരാജയപ്പെടും, പക്ഷേ പ്രധാനമന്ത്രി മറുപടി പറയാൻ നിർബന്ധിതനാകും.
അത് തന്നെയാണ് കാര്യം. അപ്പോൾ പ്രധാനമന്ത്രിയെ മറുപടി പറയിപ്പിക്കാൻ വേണ്ടി രാജ്യത്ത് ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസം കൊണ്ടുവരേണ്ടി വന്ന സ്വാതന്ത്ര്യാനന്ദ ഭാരതമാണ് ഈ കൊല്ലം കണ്ടത്. 2023 ഇന്ത്യ കണ്ടത്. അപ്പോൾ ആ നിലയിലേക്ക് മാറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എന്തിനാണ് ഇവർ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വിരുന്നിന് പോയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2019 BJPയുടെ വിജയത്തിന്, നരേന്ദ്രമോദിയുടെ 2ാം വിജയത്തിന് അടിസ്ഥാന കാരണം എന്താണെന്ന് അന്നും ഇപ്പോഴും എല്ലാവർക്കും അറിയാം. പുൽവാമയാണ്. പുൽവാമയിലെ ഭീകരാക്രമണമാണല്ലോ അതിൻ്റെ അടിസ്ഥാനമായിട്ട് വോട്ടേഴ്സ് ടേൺ ഔട്ട് BJPക്ക് അനുകൂലമായി വലിയ തോതിൽ ഉണ്ടാക്കിയത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇനി എന്താണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതിലാണ് ഈ ബിഷപ്പുമാരുൾപ്പെടെ, ഇന്ന് പോയ ബിഷപ്പുമാരുൾപ്പെടെ ഉള്ളവർ ആശങ്കപ്പെടേണ്ടത്. എനിക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ആ യോഗത്തിന്, ക്രിസ്മസ് വിരുന്നിന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോവുകയും തങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മെയ് 3 മുതൽ രാജ്യത്തോടും വിദേശ മാധ്യമങ്ങളോടും ഒക്കെ നിരന്തരം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു, 600ഓളം പള്ളികൾ തകർക്കപ്പെട്ടു, വംശഹത്യയാണ്, ക്രൈസ്തവരുടെ വംശഹത്യയാണ്, വംശീയ കലാപമല്ല എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്ന ഈ ബിഷപ്പുമാർ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് അങ്ങോട്ട് പോയി പങ്കെടുക്കുകയും തങ്ങൾക്ക് ഇതുവരെ ഈ കാലയളവിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു എന്തിനാണ് പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിലേക്ക് ഈ മതമേലധ്യക്ഷന്മാർ പോയതെന്ന്, അല്ലെങ്കിൽ ഇവരൊക്കെ പോയതെന്ന്. പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വിശേഷ ദിവസം ഒരു വിരുന്ന് തീരുമാനിക്കുന്നു, അതിലേക്ക് ക്ഷണിക്കുന്നു, അത് സ്വീകരിക്കേണ്ട ഒരു മര്യാദ ഒരു പക്ഷേ അവിടെ കാണാം. അതിനപ്പുറത്തേക്ക് എന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ വിരുന്നിന് പോയിട്ട് ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നതാണ്. അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ല, ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് മനു. ഈ വിശേഷ ദിനമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈസ്റ്റർ മോശപ്പെട്ട ദിനമാണോ? ഈസ്റ്റർ ദിനത്തിൽ തിരുഹൃദയ ദേവാലയത്തിലേക്ക് എന്ന് അവരുടെ കൂടെ പങ്കെടുക്കുകയായിരുന്നല്ലോ പ്രധാനമന്ത്രി. അതിന് ശേഷമാണല്ലോ മെയ് 3 പണി തുടങ്ങുന്നത് മണിപ്പൂരിൽ. ഇപ്പോൾ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി, ശരി. പക്ഷെ തങ്ങൾക്ക് പറയാനുള്ള നിലപാട് പറയാൻ ഇവർക്കെന്താണ് തടസ്സം? അപ്പോൾ ഈ നമ്മൾ കർണന്മാർ പറയുമല്ലോ ഒരു ചൊല്ല്, സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ തങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അദ്ദേഹം വളരെ ഗംഭീരമായി തങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. മാർപ്പാപ്പ അടുത്ത വർഷം അവസാനമോ അതിൻ്റെ അടുത്ത വർഷം ആദ്യമോ വരും എന്ന് പറഞ്ഞു. മാർപ്പാപ്പ വരുന്നതിന് എന്തിനാണ് കത്തോലിക്ക ബിഷപ്പുമാരെ ആയിട്ട് കൂടിയാലോചിക്കേണ്ട കാര്യം? വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്, അതിൻ്റെ രാഷ്ട്രത്തലവനാണ് മാർപ്പാപ്പ. ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. ഇന്ത്യ എന്ന രാഷ്ട്രം വേറൊരു രാഷ്ട്രത്തലവനെ ഇങ്ങോട്ട് സ്വീകരിക്കുകയോ അങ്ങോട്ട് ക്ഷണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ പ്രശ്നമാണ്, അതല്ലാതെ ഏതെങ്കിലും സാമുദായികമായ വികാരത്തിൻ്റെ പ്രശ്നമല്ലാതെ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് പറ്റിക്കാൻ വരികയും വേണ്ട, അതൊന്നും ചിലവാവുകയുമില്ല. വേറൊരു രാഷ്ട്രത്തലവൻ ഇങ്ങോട്ട് വരുന്നത് ചർച്ച ചെയ്യാനായിട്ടാണ് ബിഷപ്പുമാരെ അവിടെ വിളിച്ചെന്ന് പറഞ്ഞാൽ ആര് വെള്ളം തൊടാതെ വിഴുങ്ങും അതൊക്കെ. പക്ഷെ പ്രശ്നം അതല്ലെന്നേ. പ്രശ്നം ഇതാണ്. പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ബിഷപ്പുമാർ തങ്ങൾക്ക് മണിപ്പൂരിലുണ്ടായ പീഡനങ്ങൾ, ഇപ്പോഴും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ പറയാൻ ആ വേദി ഉപയോഗിക്കാതിരുന്നത്? അത് കേർട്സി കാളാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് പറയാനുള്ളത് പറയേണ്ട ഉത്തരവാദിത്വം അവർക്ക് അവിടെ ഉള്ളതല്ലേ? ഇവിടെ കേരളത്തിൽ എന്തൊക്കെയാണ്? കേരളത്തിൽ ജനാഭിമുഖ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ പ്രതിനിധി വരികയും പ്രധാനപ്പെട്ട ആൾക്കാരെ പദവിയിൽ നീക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അദ്ദേഹം ക്ഷണിച്ച വിരുന്നിലേക്ക് പങ്കെടുത്ത് അദ്ദേഹം വിരുന്നിനെ ക്ഷണിച്ചതല്ലേ എങ്ങനെ പറയാൻ കഴിയും എന്ന് ചോദിക്കുന്നതിന് വാഴപ്പിണ്ടിയാണോ നട്ടലിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് ചോദിക്കേണ്ടി വരില്ലേ? പിന്നെ ചോദിക്കണം. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നിങ്ങളടക്കമുള്ളവർ, പ്രതിപക്ഷം, ഈ മാധ്യമപ്രവർത്തകർ, പ്രതിപക്ഷമൊക്കെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇപ്പോൾ BJP പ്രതിനിധി മുന്നോട്ട് വച്ചൊരു വാദമുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ എടുത്താൽ അവിടെ എല്ലായിടത്തുമായി 350-ലധികം MLA-മാരുണ്ട്. അതിൽ 150-ലധികം MLA-മാർ BJPയുടെ പക്ഷത്താണ്. അതിൽ കൂടുതലും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഗോവ എടുക്കാം, ഗോവയിലെ ഭൂരിഭാഗം MLA-മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അവരിൽ കൂടുതലും BJP-ക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന തൊട്ടുകൂടായ്മയൊന്നും ഞങ്ങളോട് ക്രൈസ്തവർക്കില്ല എന്നൊരു മറുവാദം ഇവിടെ BJP പ്രതിനിധി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി.
ആ വാദത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നവരല്ല, അത്തരം വിദണ്ഡവാദങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നവരല്ല ഇന്ത്യൻ വോട്ടർമാരെന്ന് ആദ്യം ഞങ്ങളെ എടുത്താൽ അവിടെ എല്ലായിടത്തുമായി 350-ലധികം MLA-മാരുണ്ട്. അതിൽ 150-ലധികം MLA-മാർ BJP-യുടെ പക്ഷത്താണ്. അതിൽ കൂടുതലും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഗോവ എടുക്കാം, ഗോവയിലെ ഭൂരിഭാഗം MLA-മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അവരിൽ കൂടുതലും BJP-ക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന തൊട്ടുകൂടായ്മയൊന്നും ഞങ്ങളോട് ക്രൈസ്തവർക്കില്ല എന്നൊരു മറുവാദം ഇവിടെ BJP പ്രതിനിധി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ആ വാദത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നവരല്ല, അത്തരം വിദണ്ഡവാദങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നവരല്ല ഇന്ത്യൻ വോട്ടർമാരെന്ന് ആദ്യമേ ഇവർ മനസ്സിലാക്കണം. ഇന്ത്യൻ വോട്ടർമാർ നല്ല മെച്യൂരിറ്റി ഉള്ളവരാണ്. ഇവിടെ ജാതി മത സമുദായങ്ങളെ വേർതിരിച്ച് ക്രൈസ്തവർക്ക് ഇത്ര വോട്ട്, അവർക്കൊരു വോട്ട് ബാങ്ക്, ഞങ്ങൾ അവരെ നർച്ചർ ചെയ്യും എന്ന് പറഞ്ഞാൽ കൂടെ കിട്ടുന്നവരല്ല ക്രൈസ്തവർ. അങ്ങനെ ഇന്ത്യൻ ദേശീയധാരയിൽ അലഞ്ഞു ചേർന്ന വിഭാഗമാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഉള്ളവർ. അവരെ അങ്ങനെ കാണണം, മതേതരമായി കാണണം. അതിന് ഇവർ പറയുന്ന BJP-യുടെ ഒരു പ്രഖ്യാതമായി ഇപ്പം പറയാത്ത പഴയ ഒരു 10 വർഷം മുമ്പ് വരെ പ്രയോഗിക്കുന്ന സ്ഥിരം വാചകമുണ്ട്. എന്താണെന്നറിയാമോ? സ്യൂഡോ സെക്യുലറിസം, കപട മതേതരത്വം. ബാക്കിയുള്ളവരെല്ലാവരും അവരൊഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ മുഴുവനും കപട മതേതരവാദികളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നവർ. ഇപ്പോൾ അത് മിണ്ടുന്നില്ല. കാരണം ഇപ്പോൾ ആ വാദം ചിലവാവില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടാത്തത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികളെ എന്തിനാണ് അങ്ങനെ ഒരു ജനവിഭാഗത്തിനെ ആ ജനവിഭാഗത്തിൻ്റെ ജാതി വെച്ച് സമുദായം വെച്ച് എന്തിനാണ് കാണുന്നത്? ഇന്ത്യൻ ഭരണഘടന അങ്ങനെ കാണണമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ. ഇവർ ഇന്ത്യൻ ഭരണഘടന പറയുന്നു ജനങ്ങളെ ജാതീയമായി കാണണം എന്ന് ഭരണാധികാരികളോട് പറയുന്നുണ്ട് എന്ന് പറയിക്കട്ടെ, എന്ന് ഭരണഘടന വ്യാഖ്യാനം ചെയ്ത് പറയട്ടെ. അങ്ങനെയല്ലല്ലോ ഭരണഘടന പറയുന്നത്. സെക്കുലർ എന്ന് ആദ്യം മുതൽ പ്രിയാമ്പിൾ മുതലേ പറയുന്നില്ലേ? അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ന്യൂനപക്ഷങ്ങൾ, ഭൂരിപക്ഷം, വനവാസികൾ ഇവർ പറയുന്ന ആദിവാസി ജനവിഭാഗം, ഇവർക്കൊക്കെ അവരെയൊക്കെ ഓരോരോ കള്ളികളായിട്ട് തിരിച്ച് ആ കള്ളികളിൽ മാത്രം വെള്ളം കയറാതെ നോക്കുന്ന സമീപനം, രാഷ്ട്രീയ തന്ത്രം, കൗശലം എടുത്തുകൊണ്ടിരുന്നാൽ ഈ വോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമായി കിട്ടും എന്നുള്ള മിഥ്യയിലേക്കാണ് ഇവരെക്കാലവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അപവാദമായി നിൽക്കുന്നത് പിന്നെ കേരളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ആ സുഹൃത്ത് ഗോവയുടെ കാര്യം പറഞ്ഞത്. ഗോവയിൽ 40 MLA-മാരുള്ള ഗോവയിൽ എങ്ങനെയാണ് BJP-യുടെ ജനാധിപത്യം ഉണ്ടായതെന്ന് അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ മനു? അതിൻ്റെ ചരിത്രം ആർക്കാണ് അറിയാത്തത്? അത് എന്തിനാണ് എന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നത്? BJP കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെ? ഇപ്പോൾ മധ്യപ്രദേശിൽ ജയിച്ചല്ലോ ഈയിടെ. പക്ഷേ മധ്യപ്രദേശിൽ 15 മാസം കഴിഞ്ഞ ഗവൺമെൻറ് ഭരിച്ചത്, കമൽനാഥാണല്ലോ 15 മാസം ഭരിച്ചത്. ഒറ്റയടിക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ്? ഇതൊരു രാഷ്ട്രീയ കൗശലമാണത്. അത്തരം രാഷ്ട്രീയ കൗശലങ്ങൾ BJP-യുടെ ആയുധപ്പുരയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്രിസ്ത്യാനികൾ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ക്രിസ്ത്യാനികളല്ല, ക്രൈസ്തവർ. ഞാൻ പറഞ്ഞില്ല, ക്രൈസ്തവ ജനതയെന്ന് പറയുന്നത് ഇന്ത്യൻ മുഖ്യധാരയിൽ, ദേശീയ മുഖ്യധാരയിൽ അലിഞ്ഞു ചേർന്നിട്ട് എത്രയോ കാലങ്ങളായി, ദശകങ്ങളായി. അതിനെ അങ്ങനെ കാണാൻ ശ്രമിക്കണം. ഇവരാരും ക്രൈസ്തവർ എന്നുള്ള നിലയിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കി വെച്ച് അങ്ങോട്ട് ചെന്നാൽ അവിടെ ഒന്നും കിട്ടില്ല. അതുതന്നെയാണല്ലോ ബിഷപ്പ് പാമ്പളാനിക്ക് 300 രൂപ തന്നാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് പിന്നെ കോരിയെടുത്ത് ജയിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറ്റപ്പെടേണ്ടി വന്നു. ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താ? 250 രൂപ കേരള സർക്കാർ തരൂ, ഞങ്ങൾ മൊത്തം ചെയ്തേക്കാം. ഇതെങ്ങനെ നടക്കും? ആസിയൻ കരാർ ഒപ്പിട്ടത് ഏത് രാജ്യം, ഏത് കാലത്താണ്? ആസിയൻ കരാർ ഒപ്പിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. മറ്റ് നിരവധി നമ്മുടെ 10 രാഷ്ട്രങ്ങളുണ്ടല്ലോ. ഒറ്റയടിക്ക് റബ്ബറിൻ്റെ വില കൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചാൽ കഴിയില്ല, പിന്നല്ല കേരളം. ആസിയൻ രാജ്യങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കണം. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ട്. അതൊന്നും അറിയാൻ വയ്യാതെ അല്ല ഈ പാമ്പളാനി എന്നും പറയുന്നത്. അത് വേറെ കാര്യം. BJP-ക്ക് അത് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതെ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള കൗശലങ്ങൾ കൊണ്ടൊന്നും രാജ്യത്തെ ജനങ്ങളെ, ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, ഒരു കാര്യമുള്ളൂ, ഞാനത് എപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ്, പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പെർഫോം ഓർ പെരിഷ്, ഇതാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നശിക്കുക, ഇതേ ഉള്ളൂ. അല്ലാതെ ജനങ്ങൾ പിന്നെ ഈ എന്തെങ്കിലും ഇതുപോലുള്ള കമ്മ്യൂണലായിട്ടുള്ള കാര്യങ്ങളോ വംശീയമായിട്ടുള്ള കാര്യങ്ങളോ ജാതീയമായിട്ടുള്ള കാര്യങ്ങളോ സമുദായമായിട്ടുള്ള കാര്യങ്ങളോ എടുത്തു കാണിച്ചാൽ വോട്ട് തരും എന്നുള്ള ആ കൺസെപ്റ്റൊക്കെ ഇന്ത്യൻ വോട്ടർമാർക്ക് പോയി കഴിഞ്ഞു, മാറിക്കഴിഞ്ഞു. ആ കാലഘട്ടവും കഴിഞ്ഞു. മറുപടി എനിക്ക് ശ്രീ പ്രിന്റുവിൽ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജയചന്ദ്രൻ, തുടരുക. ശ്രീ പ്രിന്റു, അവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ മറുപടി വേണം. ഒപ്പം തന്നെ ഈ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഈ ക്രൈസ്തവ സംഘടനകളുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ കണക്കനുസരിച്ച്
ഇപ്പോൾ ഈ രാജ്യത്ത് 2023 ആദ്യത്തെ 6 മാസം ക്രൈസ്തവ പുരോഹിതർക്കെതിരെ 63 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മതപരിവർത്തനത്തിൻ്റെ പേരിൽ. നേരത്തെ കുറച്ച് നാളുകൾക്ക് മുൻപ് RSSന്റെ ചീഫ് മോഹൻ ഭാഗവത് കൃത്യമായി പറയുകയുണ്ടായി, ഈ മതപരിവർത്തനമാണ് ക്രൈസ്തവ പുരോഹിതന്മാർ അല്ലെങ്കിൽ മിഷണറിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്നേഹയാത്രയും വിരുന്നുമൊക്കെ നടത്തുമ്പോൾ ഈ കണ്ട യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ ഈ മനുഷ്യരെ പറഞ്ഞ് നിങ്ങൾ ബോധ്യപ്പെടുത്തും? ഇതില് നമ്മുടെ ജയചന്ദ്രൻ സാറ് പറഞ്ഞതില് പറയും. അദ്ദേഹം പറഞ്ഞു ഈ ഗോവയിലെ BJPയുടെ ക്രൈസ്തവ MLA എന്തായാലും ഗോവ നിയമസഭയിലേക്ക് പൂട്ടുപൊളിച്ച് താഴോട്ട് വന്നവരാണ്. മിസോറാമിലെയും നാഗാലാൻഡിലെയും ആസാമിലെയും ഒക്കെ ക്രിസ്ത്യൻ MLA പൂട്ടുപൊളിച്ച് താഴോട്ട് വന്നതാണ്. അല്ല, ഇപ്പൊ മിസോറാമിലാണെങ്കിൽ മിസോ മേഖലയ്ക്ക് പുറത്താണ് നിങ്ങൾക്ക് MLA എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിസോ മേഖലയിൽ നിങ്ങൾ മത്സരിച്ചിരുന്നില്ല. അവിടെ നിങ്ങളുടെ മുന്നണി അപ്പാടെ തൂത്തെറിഞ്ഞുകൊണ്ട് ZPM സോറം പീപ്പിൾ മൂവ്മെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ. മിസോറാമിൽ 2 സീറ്റ് കിട്ടി. ഞാൻ പറഞ്ഞു മിസോറാമിൽ 2 സീറ്റ് അത് മിസോ മേഖലയ്ക്ക് പുറത്താണ് നിങ്ങൾക്ക് കിട്ടിയത്. എന്റെ അറിവാണത്, തെറ്റാണെങ്കിൽ തിരുത്താം. അതെ ശരിയാണ്. ഞാൻ പറയട്ടെ, ഗോവയായിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ, അവിടെയുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് BJPയുടെ പ്രതിനിധികൾ വിജയിച്ചു വരുന്നത്. പിന്നെ നേരത്തെ ലാൽ സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഈ ലാൽ സാർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ PC തോമസിന്റെ വിധേയവുമായി ബന്ധപ്പെട്ട ഈ PC തോമസ് വാജ്പേയി മിനിസ്ട്രിയിൽ നിയമസഹമന്ത്രിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിയമസഹമന്ത്രിയായിരുന്നു. ഈ ഫാക്ടുകൾ പറയാതെ കമ്മ്യൂണിസ്റ്റ് ലൈനിൽ സംസാരിക്കരുത്. ഫാക്ടുകളായിട്ട് തന്നെ കാണണം. ഞാൻ പറയുന്നത് ജയേന്ദ്ര സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ മണിപ്പൂരിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അകറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടത്? മണിപ്പൂരിലെ വംശഹത്യയുടെ പേരിൽ ക്രൈസ്തവ സമൂഹത്തെ ഒരു കാലത്തും അടുപ്പിക്കാത്ത രീതിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പെരുമാറണോ? അപ്പോ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടേബിളിനകത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്നതല്ലേ ജനാധിപത്യം? അതല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? സ്വാഭാവികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ സൗന്ദര്യത്തിന്റെ തിരിച്ചറിവിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇത്രയും സമയം വേണ്ടി വന്നോ? എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു വിഷയമുണ്ടായി? നിങ്ങളുടെ അല്ല, നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ. തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ രാഷ്ട്രീയമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണല്ലോ. എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? അല്ല, അങ്ങനെ നിൽക്കൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയമാണ്. ഞാൻ അങ്ങയുടെ അവസരത്തിൽ ഇടപെടുകയല്ല, ഒരു സംശയം ചോദിച്ചതാണ്. എന്തുകൊണ്ട് മിണ്ടിയില്ല? ഒടുവിൽ അടിയന്തര പ്രമേയത്തിന്റെ സാഹചര്യം വേണ്ടി വന്നു പാർലമെന്റിൽ അദ്ദേഹത്തിന് മൗനം വെടിയാൻ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് സാർ. അത് ഈ പറയുന്ന നിങ്ങളുടെ ഈ സ്നേഹയാത്ര കൊണ്ടും നിങ്ങളുടെ ഈ സ്നേഹവിരുന്ന് കൊണ്ടും ക്രൈസ്തവ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുമോ? ആ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? അല്ല, തീർച്ചയായും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. സ്വാഭാവികം നമുക്കറിയാലോ, ഈ ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിട്ട് പല കാര്യങ്ങളിൽ, ഇപ്പൊ മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മതപരിവർത്തനത്തിന് പോകുന്ന മുഖ്യധാര ക്രൈസ്തവ സംഘടനകളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടേക്ക് മതപരിവർത്തനം പോകുന്നത് ഈ പെന്തക്കോസ്ത് അടക്കമുള്ള അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സംഘർഷമാണ് നടക്കുന്നത്. മുഖ്യധാര ലത്തീൻ കത്തോലിക്കരോ യാക്കോബിസ്റ്റോ ഓർത്തഡോക്സോ അല്ല സാർ. ആര് മതപരിവർത്തനത്തിന് പോയാലും നമ്മുടെ 2011 സെൻസസ് കണക്കനുസരിച്ചാണെങ്കിൽ ക്രൈസ്തവ ജനസംഖ്യ ഏകദേശം നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ 2.3% മാത്രമേ വരുള്ളൂ. നിങ്ങൾ ഈ പറയുന്നത് പോലെ മതപരിവർത്തനം ഇവിടെ വ്യാപകമായിട്ട് നടന്നിരുന്നെങ്കിൽ എത്ര ശതമാനത്തിൽ എത്തുമായിരുന്നു? പിന്നെ എന്തിനാണ് ഈ വൈദികർക്കെതിരെ അടക്കം ഈ FIR ഒക്കെ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നതെന്നേ? അല്ല, വൈദികർക്കെതിരെ ഞാൻ പറഞ്ഞെ ഒരു ജനാധിപത്യ രീതിയിൽ സ്വാഭാവികമായി അവിടെ നടക്കുന്ന സംഘടിതവും അസംഘടിതവുമായിട്ടുള്ള നിയമത്തിന് അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോഴാണല്ലോ FIR ഇടുക. അല്ല, സ്വാഭാവികമായിട്ട് ക്രൈസ്തവ പുരോഹിതരെ തെരഞ്ഞു പിടിച്ചിട്ട് FIR നിൽക്കുന്ന ആളുകളല്ലല്ലോ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കേരളത്തിലല്ല ഞാൻ പറഞ്ഞത്, നിയമ സംവിധാനം എങ്ങനെയാണ് രാജ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഭാരതത്തിലെ നിയമ സംവിധാനം അനുസരിച്ചുകൊണ്ട് സ്വാഭാവികമായി ഏതെങ്കിലും ഒരാളെ നേരെ പിടിച്ചുകൊണ്ടുവന്നത് FIR ഇട്ടിട്ടുകൊണ്ട് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായി അവിടെ നടന്ന എന്തെങ്കിലും കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. അല്ല, അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപം, ഇരകളായ മനുഷ്യർ പരാതി പറയാൻ വേണ്ടി, അവർക്ക് നേരിട്ട അതിക്രമങ്ങൾക്ക് പരാതി പറയാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഈ പരാതി പറയാൻ പോയവരെ അടക്കം പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആക്ഷേപം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ആക്ഷേപത്തോട് ചർച്ച ചെയ്യാനോ അതിനോട് ശ്രദ്ധ കൊടുക്കാനോ ശ്രമിച്ചിരുന്നു? ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയുടെ കലാപ ചരിത്രം നോക്കുന്ന സമയത്ത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരുപാട് വാർത്തകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും ശൂലവും ഗർഭിണി, അല്ലേ?
ബാബരി മസ്ജിദിന്റെ താഴിക്കൂടെന്ന് പറയും, ഇപ്പൊ മണിപ്പൂരിലെ വംശഹത്യയെ കുറിച്ച് പറയും. എല്ലാ കാലത്തും പെയ്ഡ് ന്യൂസുകൾ എല്ലാ കാലഘട്ടത്തിലും സ്വാഭാവികമായി സംഘപരിവാറിനെതിരെ നിങ്ങൾക്കൊരു ഇരവാദമുണ്ട്. എല്ലാ കലാപങ്ങളും നടക്കുന്ന സമയത്തും ഒരു ഭാഗത്ത് സംഘപരിവാറാണെന്നുള്ള ഇരവാദം നിങ്ങൾ ഉന്നയിക്കാറുണ്ട്. സ്വാഭാവികമായി പടച്ചുവിടുന്ന കള്ളക്കഥകളും പടച്ചുവിടുന്ന നുണക്കഥകളും കൊണ്ട് ഈ നാടിനകത്ത് അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ട് സാമൂഹിക മനസ്സുകളിൽ വിവാഹിത സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളത്. അതിന് ഒത്താശ പാടുന്ന ഒരു പറ്റം മാധ്യമ പ്രവർത്തകരുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പൊ അവർക്കൊരു അജണ്ടയുണ്ട് സ്വാഭാവികമായിട്ട്. ഈ 2020 ശ്രദ്ധിക്കണം, US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ഉത്കണ്ഠയുള്ള രാജ്യമെന്ന പട്ടികയിലാണ് നമ്മളെ പെടുത്തിയത്. അതിവിടുന്ന് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ പോയി വിളിച്ചു പറഞ്ഞിട്ട് പെടുത്തിയതാണോ? ഈ ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നേ. ഈ കണക്കുകളൊക്കെ ലോകമെമ്പാടുമുള്ള മനുഷ്യരെടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലല്ല വിഷയങ്ങൾ. സിപ്രിൻഡോ, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ നമുക്കറിയാലോ. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ അജണ്ടയും നമുക്കറിയാലോ. സ്വാഭാവികമായിട്ട് അവർ ഈ നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകുന്നവർ ഇഷ്ടപ്പെടുവോ? ഇത് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ്. G20 തലവനായിട്ട് ഇന്ത്യ വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ കരടായി ഭാരതം മാറുമ്പോ സ്വാഭാവികമായി ഈ ഈർക്കിൾ സംഘടനകളോ, നമ്മൾ UN പേര് പറഞ്ഞുകൊണ്ട് അനവധി ഈർക്കിൾ സംഘടനകളുണ്ട്. US വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ്. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അറിയപ്പെടുന്നവരാണ്. ചുമ്മാ ഈർക്കിലെ കക്ഷികളൊന്നും അല്ല. ഞാൻ പറയുന്നത് ചുമ്മാ അങ്ങനെ അധിക്ഷേപിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് US വിസ നിഷേധിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തുകൊണ്ട് അതിന്റെ മേലാപ്പിൽ നടന്നിരുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ വളർച്ച അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒന്നുമല്ല ഉള്ളത്. G20 തലവനായി ഇന്ത്യ വരുന്നു, ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കമ്മീഷനുകളുടെ റിപ്പോർട്ട് അത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ചെയ്തികളെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഫാക്ടുകളല്ലേ പരിശോധിക്കേണ്ടത്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 9 വർഷം കൊണ്ടും ഇത് ഏതെങ്കിലും കമ്മീഷനെ കണക്ക് പറയാൻ നിൽക്കേണ്ടതേ. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ മണിപ്പൂരിന്റെ വിഷയം മാത്രം എടുത്താൽ മതി. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ എന്തായാലും താങ്കളുടെ ഭാഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ലാൽകുമാർ, നിങ്ങളെപ്പോലുള്ളവർ ചുമ്മാ ഒരു സൈഡിൽ ഇരുന്നു കൊണ്ട് ഈ വ്യാജ വാർത്തകളും വ്യാജ ആരോപണങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുകയാണ്. നിങ്ങളൊന്നും പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നാണ് BJP പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്. അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ടെന്നേ. അവർക്ക് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകരുത് എന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. ലുക്ക്, പ്രിന്റ് പറഞ്ഞ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഗോവയിൽ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിനതില്ല നമ്മൾ പറയേണ്ട കാര്യം. പക്ഷെ വോട്ട് ചെയ്താൽ, ആ പോപ്പുലേഷൻ വോട്ട് ചെയ്താൽ, അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ മൊത്തം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അങ്ങനൊരു ഇന്റിമസി ആ കമ്മ്യൂണിറ്റിക്ക് നിങ്ങളോട് പൂർണ്ണമായി ഉണ്ട്, അല്ലെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ എതിർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കൺസേൺസ് ഇല്ലാതാകുന്നു എന്ന് പറയാൻ കഴിയുമോ? നമ്മൾ പറയുന്നത് ഗോവയിലെ കാര്യമല്ല, നമ്മൾ പറയുന്ന മണിപ്പൂരിലെ കാര്യമാണ്. മണിപ്പൂരിൽ ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കലാപം നടക്കുകയും ആ കലാപത്തിൽ ഈ പറഞ്ഞ അൽ ജസീറ, BBC, ലോകമെമ്പാടുമുള്ള റോയിറ്റേഴ്സ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഭാരതത്തിന്റെ അഭിമാനം ഇല്ലാതാകുന്ന രീതിയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ പുറത്തു വരും. ചില ലേഡീസിനെയൊക്കെ റേപ്പ് ചെയ്ത് നഗ്നരാക്കി നടത്തിക്കൊണ്ടുപോകുന്ന വിഷ്വൽസ് പുറത്തു വന്നു. അങ്ങനെ ഒരു വിഷയം സംസാരിക്കുമ്പം അത് ഒരു കമ്മ്യൂണൽ പ്രോബ്ലം ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഗോവയിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതല്ല. ഇപ്പൊ കേരളത്തിൽ ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനൊരു വാദവും ഇല്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തൊരു വിഷയത്തിലുള്ള ക്രിറ്റിസിസം ഇല്ലാതാകുന്നില്ല. ഒന്ന്, മെജോറിറ്റി കമ്മ്യൂണിറ്റി നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ള ധാരണയും വേണ്ട, അങ്ങനൊരു ധാരണ വേണ്ട. എനിക്കൊന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മളിത് കാണുന്നതിൽ തെറ്റുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, മീഡിയ പ്രൊപ്പഗാൻഡ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കരൺ താപ്പറിന് കൊടുത്ത് ഞാൻ 2-3 കാര്യം ലിസ്റ്റ് ചെയ്ത് പറയാം, ഒന്ന് ഇതാക്കി പറഞ്ഞാൽ മതി. കരൺ താപ്പറിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ബാരക് ഒബാമ, അദ്ദേഹം അപ്പ പ്രസിഡന്റ് അല്ല, ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഹി ഷെയർഡ് ഹിസ് കൺസേൺ ഓവർ ദ മൈനോറിറ്റി പ്രോബ്ലംസ് ഇൻ ഇന്ത്യ വിത്ത് മോഡി. ഇത് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന മൈനോറിറ്റീസിന്റെ കാര്യത്തിൽ
പ്രശ്നം തോന്നിയിരുന്നു. അത് നരേന്ദ്രമോദിയുമായി ഷെയർ ചെയ്തിരുന്നു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രത്തലവൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവനോട് പറയുന്ന സെന്റൻസാ. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അത് വലിയ പ്രസക്തമുള്ള കാര്യമാണ്. അപ്പൊ ജനാധിപത്യം ഇല്ലാത്ത രീതിയിൽ ഇടപെടുന്ന രീതിയിൽ ഒരു കാര്യം വരുന്നുവെന്ന് പ്രസിഡന്റ് ഒബാമയ്ക്ക് അന്ന് തോന്നിയിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ റിപ്പോർട്ടൊക്കെ വിട്, ആ റിപ്പോർട്ടിന് മേളിലാണല്ലോ ബാരക് ഒബാമ. അങ്ങനൊരു കാര്യം സംഭവിച്ചിരുന്നു. പിന്നെ അടുത്ത വിഷയം, ഈ കൺവേർഷൻ നടത്തുന്നതൊക്കെ പെന്തക്കോസ് സഭകൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളൊരു വാദം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഫോഴ്സ്ഫുൾ കൺവേർഷൻ ഇന്ത്യയിൽ ബാൻഡാണ്, എന്നുവെച്ചാൽ ഇല്ലീഗലാണ്. അതുകൊണ്ട് ഒരാൾക്ക് കൺവേർട്ട് ചെയ്തു കൂടാ എന്നില്ല. ഇപ്പം വോളണ്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസിൽ പോലും യു പിയിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമം വളരെ ഡ്രക്കോണിയൻ ആയിട്ടുള്ള നിയമമാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയമം ആണ്. ഒരാൾക്ക് മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കല്യാണം കഴിക്കണമെങ്കിൽ കളക്ടറുടെ പെർമിഷൻ വേണ്ട രീതിയിൽ ഒരു നിയമം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. 2, 3, നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ കത്തീഡ്രലിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഡൽഹിയിൽ സന്ദർശിച്ചത് അത് കറക്റ്റാ. പക്ഷെ അതിന് മുമ്പ് ഡൽഹിയിൽ നടന്നൊരു സംഭവമുണ്ട്. ഈ പള്ളികളെല്ലാം എറിഞ്ഞു തറക്കുന്ന ഒരു പ്രോസസ്സ് നടന്നായിരുന്നു. അപ്പോഴും അദ്ദേഹം ശബ്ദിച്ചില്ല. നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കിയാൽ മതി. ഡൽഹിയിലെ പള്ളികൾ മൊത്തം കല്ലെറിഞ്ഞ് നശിപ്പിക്കുകയും അദ്ദേഹം അന്ന് മിണ്ടാതിരിക്കുകയും ചെയ്ത ഒരാൾ തന്നെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന ഒന്ന് പാസിഫൈ ചെയ്തെടുക്കാനായിട്ട് കത്തീഡ്രലിൽ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് ഇവർ ചെയ്ത ഈ പറയുന്ന കല്ലെറിഞ്ഞ കാര്യം ശരിയാകുമോ? ശരിയാകില്ല. പിന്നെ അടുത്ത അദ്ദേഹം പറഞ്ഞ പെയ്ഡ് ന്യൂസാ. നിങ്ങൾക്ക് പരമാവധി പറയാൻ പറ്റുന്ന കേരളത്തിൽ പെയ്ഡ് ന്യൂസ് ഉണ്ടെന്ന് വേണേൽ പറയാം. രാജ്യത്തെ മാധ്യമങ്ങളെ മൊത്തം നിങ്ങൾ വിഴുങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ പോലും പലതും സംഘപരിവാറിന്റെ ആൾക്കാർ മൗത്ത് പീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പല മീഡിയയും. അതിനകത്ത് എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. സംഘപരിവാറിനെതിരെ ഒരു വാർത്ത ചെയ്യാൻ ഇവർക്ക് പേടിയാണ്. പല ന്യൂസുകളും വന്ന ശേഷം ഓൺലൈനിൽ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പെയ്ഡ് ന്യൂസ് ഇന്ത്യയിൽ BJPക്കെതിരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ട തുടങ്ങാതെ വിഴുങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാര്യം ഈ പറയുന്ന മീഡിയ പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ മീഡിയ എൻറ്റയർ സിസ്റ്റം ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരുടെ മുന്നിൽ ക്രൗൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും അർണബ് ഗോസ്വാമിയുടെ ഒരു ചർച്ച കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത് തോന്നിപ്പോകും. കാര്യം അദ്ദേഹം കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുക. ഈ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ BJPക്കോ എതിരെ ഒരു ഡിബേറ്റ് പ്രോപ്പർലി എടുക്കാൻ അർണബ് ഗോസ്വാമിയെ പോലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഇംഗ്ലീഷ് ചാനൽ റിപ്പബ്ലിക്കാണ്. ഒരെണ്ണം നിങ്ങൾ കാണിച്ചു തരാമോ? ഇല്ല. പേടിയാണ്. അതിന് പേടിയെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെയ്ഡ് ന്യൂസ് കൊടുത്ത് സംഘപരിവാറിനുള്ള എതിരെ ഉള്ളത് പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. അത് അടുത്തത്. ഇതെല്ലാം പോട്ട് ഈ രാജ്യത്ത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റവും ഗൗരവത്തിലെടുത്ത് നമ്മൾ ഇടപെടേണ്ട രീതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ ചെറിയ കാര്യമാ. അപ്പൊ സുപ്രീം കോടതി അതിനകത്ത് കൃത്യമായി ഇടപെട്ടു. അപ്പോഴാണ് ഇവരൊന്ന് അനങ്ങിയത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കാര്യക്ഷമമായ ഇടപെടലിന്റെ ഭാഗമായാണ് സത്യത്തിൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി നിന്നവർ മിണ്ടിയത്. നമ്മൾ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവിടെ കലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവാം മണിപ്പൂർ. നിങ്ങൾക്ക് അവിടെ പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിച്ചുകൂടി? പ്രസിഡന്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ആണ് ഭരിക്കുന്നത്. സെന്റർ ഭരിക്കുന്നത് എന്താണ്? BJPയുടെയാണ്. നിങ്ങളുടെ ഒരു ഇലക്റ്റഡ് ഗവൺമെന്റ് അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പവറിൽ നിന്ന് പോകാത്ത രീതിയിൽ ഇതൊന്ന് കൺട്രോൾ ചെയ്യുന്നതിനും വരെ പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് അന്ന് ചോദിച്ചത് P. ചിദംബരമാണ്. ചെയ്യത്തില്ല. കാര്യം അത് ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് അടിച്ചമർത്താമായിരുന്നു. അടിച്ചമർത്തുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങളെ കോൺഫിഡൻസ് എടുക്കണമായിരുന്നു. കലാപകാരികളെ അടിച്ചമർത്തണമെങ്കിൽ അടിച്ചമർത്തണമായിരുന്നു. അതിന് ചെയ്തില്ല. അത് ചെയ്യാത്തതിന് കാര്യം എന്താ? അങ്ങനെ ഒരു രക്തരൂക്ഷിതമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകണമെന്ന് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 356 ഇൻവോക്ക് ചെയ്താൽ എത്ര നേരം വേണം സെൻട്രൽ ഗവൺമെന്റ് ഇത് നേരെയാക്കാൻ? അത് കഴിഞ്ഞ് സംഭവിച്ചത് ഈ അന്തരീക്ഷത്തിൽ തന്നെ പോലീസ് ഒരു ഗ്രൂപ്പിൽ കൂടി, മണിപ്പൂരിൽ അല്ലെ, പോലീസ് ഒരു ഗ്രൂപ്പിൽ കൂടി, ആർമി മറ്റൊരു കൂട്ടത്തിൽ കൂടി. അങ്ങനെ ഒരു സംഭവം രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ആർമി അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കിയത്. പക്ഷെ പോലീസ് ചെയ്തത് അവരെ ഓടിച്ചിട്ട് ഇടിക്കാനുള്ള പരിപാടികളാണ് നടത്തിയത്. ശരി, ഞാൻ പറയാം ലാലെ, ഒരു നിമിഷം, ഒറ്റ നിമിഷം ലാലെ. ഒറ്റ സെക്കൻഡ്. പോലീസ് ആരുടെ കൺട്രോളിൽ വരുന്നതാണ്? ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, സർക്കാരിന്റെ സബ്ജക്റ്റ് ആണ്.
പോലീസ് തന്നെ നിലപാട് സ്വീകരിക്കുക, ഈ പറയുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ്. അത് നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. അത് ഒബ്ജക്റ്റീവ്ലി നിങ്ങൾ പരാജയപ്പെട്ടു. അത് സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ഒന്നും അല്ല. അങ്ങനെയുള്ളടത്ത് നിങ്ങൾ വന്നിരുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അത് വ്യക്തമാണ്, ലാൽ, വ്യക്തമാണ്. അത് കാര്യം കൃത്യമാണ്, കറക്റ്റാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ മണിപ്പൂരിനെ കുറിച്ചും ഗോവയെ കുറിച്ചും ഒരുപാട് സംസാരിച്ചു വന്നല്ലോ. ഇത് കേരളത്തിന്റെ പരിതസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നാൽ ഈ പറയുന്ന സ്നേഹയാത്ര, സ്നേഹവിരുന്ന്, ഇപ്പോൾ നേരത്തെ ഈസ്റ്ററിന്റെ സമയത്തും BJP നേതൃത്വം ഇത് നടത്തിയതാണ്. മലയാറ്റൂർ മല കയറാനൊക്കെ പോയിട്ട് പകുതി വെച്ച് ഇറങ്ങിപ്പോരുന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്തണം? എന്തെങ്കിലും ഇമ്പാക്റ്റ്, ചലനം ഇത് സൃഷ്ടിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതും നേരത്തെ തന്നെ ഇപ്പം പുതുതായിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒന്നുമല്ല. മുൻപും അത് ചലനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ മനു. കേരള രാഷ്ട്രീയത്തിൽ BJP പിന്നെ ഒരു രാഷ്ട്രീയ അന്ധകാരത്തിലാണ് കിടക്കുന്നത്. ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്ന പോംവഴിയൊന്നും ഇത്തരം ഒരു നടപടികളിലും അവർക്കുണ്ടാക്കാനും കഴിയില്ല. അതിന് ഇതൊന്നും മതിയാവുന്ന സംഗതിയേ അല്ല. പക്ഷെ പ്രശ്നം അതല്ല. ഇത് കാത്തിരിക്കുന്നത് മറ്റേതോ ഒരു കെണിയുണ്ട് എന്നുള്ളതാണ്. ഞാൻ പിന്നെ എൻ്റെ ആശങ്ക അങ്ങനെയാണ്. കേരളത്തിനല്ല, പിന്നെ നോർത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്, ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവരെ കാത്തു നിൽക്കുന്ന മറ്റൊരു കെണി ഏതാണെന്നുള്ളതാണ് ഇനി ആശങ്കയോടെ നോക്കേണ്ട സാഹചര്യം ഉള്ളത്. അത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പിന്നെ ഈ ഈസ്റ്ററിന് വേറൊരു സന്ദേശം, ഇപ്പോൾ സ്നേഹ സന്ദേശം, ഇതിനിടയിലുള്ള കാലയളവിൽ അനുഭവിച്ച ദുരിതയാതനകൾക്കൊന്നും ഒരു പരിഹാരമോ എന്നൊരു സാന്ത്വനം നൽകുന്നൊരു വാക്ക് പോലുമോ പറയാൻ തയ്യാറാവാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല, അതൊരു കേഴ്സി കോളായിരുന്നു എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ ഇവരെന്താണ് പിന്നെ ഈ മനുവിൻ്റെ ചോദ്യത്തിൽ വന്ന കേരളത്തിലെ ക്രൈസ്തവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്നുള്ളതാണ് നമ്മളെ പിന്നെ ആലോചിക്കേണ്ട ഒരു ചോദ്യം. അതിൽ നിസ്സംശയം പറയാൻ കഴിയും, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ക്രിസ്മസ് വിരുന്നുകൊണ്ട് BJPക്ക് അനുകൂലമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചിന്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടതില്ല. നാളെയും ഈ 300 രൂപയുടെ പ്രശ്നമോ 250 രൂപയുടെ പ്രശ്നമോ ഇനി ഒന്നുമില്ല 200 രൂപയെങ്കിലും കൂട്ടിത്താന്നുള്ള വാദമൊക്കെ വന്നേക്കാം. അതൊന്നും അല്ല കാര്യം. ജനങ്ങൾ അവരവരുടെ പിന്നെ വോട്ടവകാശം നിശ്ചയിക്കുന്നത് അവനവൻ്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മലയാളികൾ, കേരളീയർ, ഇവിടുത്തെ ക്രൈസ്തവർ ചിന്തിക്കുന്നത്. ഇവിടെ ക്രൈസ്തവരെന്നോ ഹൈന്ദവരെന്നോ മുസ്ലിങ്ങളെന്നോ വേർതിരിവുള്ള ഒരു ഭരണമല്ലല്ലോ ഇവിടെ നടക്കുന്നത്, ഒരിക്കലുമല്ല. പക്ഷേ അവിടെ അങ്ങനെയാണ്. കേന്ദ്ര ഭരണകൂടത്തിന് അതെല്ലാം സാമുദായികമായ ഓരോരോ കള്ളികളിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഈ മതനിരപേക്ഷത എന്നുള്ള ഒരു സാകല്യം, ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല എന്ന് അവരോടാണ് ചോദിക്കേണ്ടത്. അവരാണ് മറുപടി പറയേണ്ടത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ പിന്നെ വ്യക്തിയെ അവനവൻ്റെ സമുദായം നോക്കി കള്ളി തിരിച്ച് മാറ്റി നിർത്തുന്ന സമീപനമല്ല. അതാണ് കേരളവും ഈ BJPയുടെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയവുമായിട്ടുള്ള ഏറ്റവും പ്രകടമായ, വളരെ പിന്നെ ഈ ഡീപ്പായിട്ടുള്ള വ്യത്യാസവും അതുതന്നെയാണ്. ആ വ്യത്യാസം നിലനിൽക്കുകയും തുടരുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മറുപടി. ഈ പിന്നെ അദ്ദേഹം പ്രിഞ്ചു പറഞ്ഞല്ലോ, മറ്റേ നമ്മുടെ ഈ ഇതുണ്ടല്ലോ G20യുടെ അധ്യക്ഷ പദം ഇന്ത്യക്ക് കിട്ടിയത് എത്ര പരിഹാസ്യമാണ്. നിങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കൾ BJP പ്രതിനിധീകരിക്കാൻ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ അമ്പരന്ന് പോകുന്നുണ്ട് ഞാൻ കേട്ടോ. പലപ്പോഴും പല നേതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുഹൃത്തെ, ഇത് പിന്നെ ഒരു സൈക്കിളാണേ. ഇപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടൂ. അത് പിന്നെ എന്ന് മുതൽ തുടങ്ങിയതാണിത്? 1998 മുതൽ തുടങ്ങിയ ഈ റൊട്ടേഷൻ ക്രമം, ഈ റൊട്ടേഷനിലാണ് ഇന്ത്യ വന്നത്. അത് സ്വാഭാവികമല്ലേ? ആ സ്വാഭാവിക റൊട്ടേഷനിൽ ഇന്ത്യ വരുന്നു, G20യുടെ അധ്യക്ഷനാകുന്നു. അതിനെന്താണ് G20യുടെ അധ്യക്ഷത ഇന്ത്യക്ക് കിട്ടിയത് എന്തോ മഹാകാര്യമാണെന്ന മട്ടിൽ നിങ്ങളെപ്പോലുള്ള പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇത് സ്വാഭാവികമായി വരുന്നത്. പിന്നെ മറ്റൊരു വാദമാണ് ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് എത്തുന്നു സാമ്പത്തിക ശക്തിയായി. എങ്ങനെയാണ് നമ്മൾ പിന്നെ വികസിത രാഷ്ട്രങ്ങൾ, വികസ്വര രാഷ്ട്രങ്ങൾ, അവികസിത രാഷ്ട്രങ്ങൾ, ഈ 3 കാറ്റഗറിയാണല്ലോ ഉള്ളത്. ഡെവലപ്ഡ് നേഷൻസ്, ഡെവലപ്പിംഗ് നേഷൻസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, ഇതാണല്ലോ. അപ്പം നമ്മൾ ഡെവലപ്പിംഗ് നേഷനിലാണ്.
എന്ന് നമ്മൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് നേഷന് എങ്ങനെയാണ് ഡെവലപ്ഡ് നേഷനിലേക്ക് എത്താൻ പറ്റുക? കൺസെപ്റ്റ് നരേന്ദ്രമോദി തന്നെ പറയുന്നത് 2048 ഇന്ത്യ ആ പദവിയിലേക്ക് എത്താൻ പോകുന്നത്, അല്ലാതെ ഇപ്പോഴല്ല. ഒരു വികസ്വര രാഷ്ട്രത്തിന് വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം എത്താൻ സാമ്പത്തികമായ നിലയിൽ എങ്ങനെയാണ് കഴിയുക? നമ്മൾ ഈ ഒരു സാധാരണ എക്കണോമിക്സ് ഇല്ല എല്ലാത്തിനും, അത് അപ്ലൈ ചെയ്താൽ പോരെ? നമ്മൾ ഇപ്പോഴും ഡെവലപ്പിംഗ് നേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. നമുക്ക് അങ്ങനെ ഡെവലപ്ഡ് നേഷൻ്റെ പദവിയിലേക്ക് 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തൊക്കെ എത്താൻ പറ്റും? നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യയുടെ കരുതൽ ശേഖരമായിരിക്കുന്ന സ്വർണത്തിൻ്റെ കനം കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പണ്ട് ചന്ദ്രശേഖർ പണയം വെച്ചപ്പോഴാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. കരുതൽ ശേഖരം കൂടുമ്പോൾ ഇന്ത്യക്ക് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, വളരെ വേഗത്തിൽ ഒരു 50 സെക്കൻഡിൽ എനിക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞത് പൂർത്തിയാക്കാം. മനു, മറ്റൊന്നുമല്ല, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഇന്ത്യ എന്ന് മുന്നിൽ വരണം, മുന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. പക്ഷേ നമ്മൾ കടലാസിൽ പഞ്ചസാര എന്നെഴുതി നക്കിയാൽ മധുരിക്കും എന്നോട് പറയരുത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് കാര്യവും. നമ്മൾ വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാപ്തിയുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ കാണണം. ഇക്കാര്യത്തിൽ ഇതിൽ ക്രൈസ്തവ ജനതയെ വിശ്വാസത്തിലെടുക്കുന്ന നിലപാട് പ്രധാനമന്ത്രി സ്വീകരിക്കണം എന്നാവശ്യപ്പെടേണ്ട ഉത്തരവാദിത്വം ക്രൈസ്തവ ബിഷപ്പുമാർക്കുണ്ടായിരുന്നു. അത് അവർ ചെയ്തില്ല എന്നുള്ള വിമർശനമാണ് എനിക്ക് ശക്തിയായി ഉന്നയിക്കാനുള്ളത്. BJP അവരുടെ രാഷ്ട്രീയ കൗശലം കാണിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ശ്രീ പ്രിന്റു, താങ്കൾ മുന്നോട്ട് വച്ച വാദങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ്. ഏത് G20 അടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ നമ്മൾ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മറുപടി ഉണ്ടോ? വേഗത്തിൽ 1 മിനിറ്റിൽ തരണം. ഞാനതിന് സമയപരിമിതി കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടുമല്ല. ആ ചർച്ച അവസാനിക്കില്ലേ? ഞാൻ ഒറ്റ കാര്യം, അദ്ദേഹത്തിന്റെ ഈ ജയചന്ദ്രൻ സാറിന്റെ ആഖ്യാനത്തിൽ ഒരു പ്രശ്നം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒരു സെക്കൻഡ്, ഒരു 50 സെക്കൻഡ്. അദ്ദേഹം പറഞ്ഞു മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞത്. സ്വാഭാവികമായി നിങ്ങൾ മനസ്സിലാക്കണം, വത്തിക്കാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന്റെ തലവൻ മാത്രമല്ല മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ ഹെഡാണ്. സ്വാഭാവികമായിട്ട് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനനുകൂലമായിട്ട് നരേന്ദ്രമോദി പറയുന്നു 2024 25 മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കും. അത് പറയുമ്പോൾ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ് മാറുക? റബ്ബർ കർഷകന്റെ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന നരേന്ദ്രമോദി പറയുന്നു. അത് ക്രൈസ്തവ സഭയുടെ പ്രശ്നമല്ലേ? കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ക്രൈസ്തവ സമൂഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോട് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സ്വാഭാവികമായിട്ട് പണ്ട് ഈ അരമലയിലെ അകത്തങ്ങളിലേക്ക് പോയിട്ട് BJP വിരുദ്ധത ഇനി പലതും കൂടെ വേവില്ല. ആ ഞാൻ സമയം എടുക്കുകയാണ്, കാരണം 1 മിനിറ്റ് കഴിഞ്ഞു. എനിക്ക് അവസാനിപ്പിക്കാനാണ്, ദയവായി ക്ഷമിക്കുക. താങ്കളുടെ വാദം വ്യക്തമാണ്, കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ലാൽ, നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയം താങ്കൾ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചുരുക്കുന്നത്? അല്ല, ഈ BJP അല്ലെങ്കിൽ RSS ഈ പറഞ്ഞ പോലെ പഞ്ചസാര പുരട്ടിയ കാര്യങ്ങൾ ഇവിടുത്തെ മതന്യൂനപക്ഷത്തിനെടുക്കെ പറയും. പക്ഷെ ആ മതന്യൂനപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അടിസ്ഥാനപരമായ രാഷ്ട്ര ലക്ഷ്യം മതരാഷ്ട്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഉയർത്തി നിൽക്കുക. അവർ പറയുന്നത് സാംസ്കാരിക ദേശീയത എന്നാണ്. അതിനകത്ത് സാംസ്കാരിക ദേശീയതയ്ക്കകത്ത് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു സ്ഥാനമില്ല, ഇസ്ലാമിനും ഒരു സ്ഥാനമില്ല. അങ്ങനാണെങ്കിൽ സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ ഇവരൊക്കെ പോയേ മതിയാവും. ഈ മറ്റു മതസ്ഥർക്ക് സ്ഥാനം ആ രാഷ്ട്രത്തിലില്ല. ആ മത മൂല്യങ്ങൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എത്തണം. ഇനി ബാക്കി നിങ്ങൾ അങ്ങ് ആലോചിച്ചാൽ മതി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നടക്കുന്നത് രാജ്യത്ത് അധികാരം പിടിക്കാൻ, സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കാൻ ഇവരുടെ കൂടെ സഹായം വേണം. ഇവരുടെ സഹായം നേടി ഇവരെ ഇല്ലാതാക്കുന്ന പ്രോസസ് എന്ന് വെച്ചാൽ ജനാധിപത്യത്തെ ആയുധമാക്കി ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന പരിപാടിയാണ് നരേന്ദ്രമോദി കാണിക്കുന്നത്. താങ്ക് യു ലാൽ. ഞാൻ 9 മണിയായിരിക്കുന്നു, സമയപരിമിതി കൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു, വളരെയധികം നന്ദി. ഞങ്ങളോട് ഈ ചർച്ചയിൽ സംസാരിച്ച് പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.